Hi friends, welcome back to day 29, 30 days study plan of laboratory assistant 10th mains examination. നാളെയാണ് ഡേ 29ലേക്ക് എത്തിയപ്പോഴേക്കും നമ്മളുടെ ഒരു ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. തീർച്ചയായിട്ടും എനിക്ക് ഡേ 29 എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അറിയാതെ. ഓക്കെ, അപ്പോൾ എത്രയൊക്കെ നമ്മൾ ടെൻഷൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഫ്രീ ആവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, കമ്മിങ് ടു ദ ടോപ്പിക്, നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കറണ്ട് അഫയേഴ്സിൽ ഏപ്രിൽ 2025 അതുപോലെ ഡിസംബർ 2024, ഏപ്രിൽ 2025 കറണ്ട് അഫയേഴ്സ് വരെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഏപ്രിൽ 2025 കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യുക, ഡിസംബർ 2024 കറണ്ട് അഫയേഴ്സും റിവൈസ് ചെയ്യുക. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പതിവ് പോലെ PYQ MEM സീരീസ് ചെയ്യുക. പ്രയാണം ഇന്നലകളിലൂടെ എന്ന ടെലഗ്രാം ചാനലിലെ സീരീസാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് റിവിഷൻ ഉള്ളത് ഏതൊക്കെ ടോപ്പിക്സ് ആണ്. ഇത് സബ്ജക്റ്റ് വൈസ് ഒന്നും അല്ല, നമ്മൾ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്ത് തരുന്നത്. ഇനി പറയാനുള്ളൊരു കാര്യം, ഡേ 29, 30 2 ദിവസം കൂടിയാണ് നമ്മളുടെ മുന്നിലുള്ളത്. പരമാവധി നിങ്ങൾ റിവൈസ് ചെയ്യുക. അതിന് നിങ്ങൾ ഈ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഡിഫിക്കൽട്ടി ലെവൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഭാഗം കൂടുതൽ ടൈം കണ്ടെത്തി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ തരുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്, നമുക്ക് നോക്കാം. ആദ്യം തന്നെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറയുന്ന 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ, ന്യൂ SCERT 9th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ 2 പ്രാവശ്യം ഓൾറെഡി പഠിച്ചതാണ്. ആ ഒരു ചാപ്റ്ററാണ് ലോകത്തിൻ്റെ നെറുകയിൽ എന്നുള്ള ആ ലെസണാണ് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് അടുത്തത് ബയോളജിയിൽ ജീവകം അപര്യാപ്തത രോഗങ്ങൾ, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്നുള്ള ആ ഒരു ഭാഗം. അതോടൊപ്പം മൂന്നാമത് പോക്സോ നിയമം, അതുപോലെ വിവരാവകാശ നിയമം. പിന്നെ IT സൈബർ ലോസ് ആൻഡ് സൈബർ ക്രൈംസ് അത് പഠിക്കണം. അതുപോലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് അത് നോക്കണം. നൊബേൽ പ്രൈസ് 2024, 2023 ഇത് രണ്ടും നോക്കുക. പിന്നെ വരുന്നത് സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഓൾറെഡി 2 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എക്സാമിന് മുന്നേ അത് കണ്ടിട്ട് തന്നെ പോകണം. അതുകൂടാതെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് 5 തെങ്ങ് കലാപം മുതൽ വിമോചന സമരം വരെയുള്ള കാര്യങ്ങളൊന്ന് ഓടിച്ചിട്ട് നോക്കുക. ഇത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിലുള്ള ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യാം. ഇത്രയും ടോപ്പിക്സ് എന്തായാലും റിവൈസ് ചെയ്യാനുള്ള സമയം കണ്ടെത്തുക. ഒരു ടോപ്പിക്കിലും കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ഓരോ ഓട്ടപ്രദക്ഷിണമാണ് വേണ്ടത്. എന്നാലാണ് നമുക്ക് ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്ത് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത് മാത്സിൽ ലോസ് ഓഫ് എക്സ്പൊണൻസിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബൈഹേർട്ട് ചെയ്ത് വെക്കാനുണ്ട്, കുറച്ച് ഇക്വേഷൻസ്. അതൊന്നും നോക്കുക, ഇന്നും നോക്കുക, അത് നാളെയും നോക്കണം കേട്ടോ. ലോസ് ഓഫ് എക്സ്പൊണൻസ് ഇന്നും നോക്കുക, നാളെയും നോക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിലത് ഓർമ്മ നിൽക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഡേ 29 നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് കൂടാതെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. എക്സാമിനോട് അടുപ്പിച്ച ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് നമ്മളുടെ ബ്രെയിനിന് സ്ട്രെസ്സ് കൊടുക്കാതിരിക്കണം എന്നൊക്കെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ടൈം പ്ലാൻ ആയിരുന്നു നമ്മളുടെ മുന്നിൽ. 30 days സ്റ്റഡി പ്ലാൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റഡി പ്ലാനിൽ മാക്സിമം ഹോട്ട് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പഠനമാണ് നമ്മൾ ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് വെക്കാനുള്ളത് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നലത്തെ അത്ര ടോപ്പിക്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇന്നും ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ട് തരുന്നത്. ഇനി പറയാനുള്ളൊരു കാര്യം, ഹാൾ ടിക്കറ്റ് ഇതുവരെയും പ്രിൻ്റ് എടുത്ത് വെക്കാത്തവർ എവിടെയാണ് എക്സാം സെൻറ്റർ, അതിൻ്റെ പോകുന്ന റൂട്ടൊക്കെ എങ്ങനെയാണെന്ന് ക്ലിയർ ചെയ്ത് നോക്കി വെക്കുക. അതുപോലെ തന്നെ എക്സാം ഹാൾ ടിക്കറ്റ് പ്രിൻ്റ് എടുത്ത് തന്നെ വെക്കുക. എക്സാമിന് പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ തലേദിവസം എടുക്കാമെന്നോ വിചാരിച്ചിരിക്കരുത്. മഴയും കാറ്റുമൊക്കെ ഉള്ളതാണ്. അപ്പോൾ പവർ ഫെയിലിയറൊക്കെ വന്നു പോയാൽ പിന്നെ നമുക്കത് എടുക്കാനുള്ളൊരു നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് അങ്ങനെ വരരുത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ അതൊക്കെ പ്രിൻ്റ് എടുത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.